നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിമിഷപ്രിയയുടെ വധശിക്ഷ അത് നീണ്ടുപോവുകയാണ്. ഇതുവരെയായിട്ടും യാതൊരു തരത്തിലുള്ള പിന്നീട് എന്താണ് ചർച്ചകൾക്ക് ശേഷം നടന്നിട്ടുള്ള തീരുമാനം എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇപ്പോഴും അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ വേണം കരുതാൻ. ഈ സമയത്തൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു മറ്റു കാര്യം, തലാലിൻ്റെ സഹോദരൻ സോഷ്യൽ മീഡിയ പേജുകളിൽ അദ്ദേഹം നിലപാട് ഇത് തന്നെയായിരിക്കും, അതിൽ നിന്ന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള പല പോസ്റ്റുകളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനകാര്യത്തിൽ പ്രതിസന്ധി തുടരുകയാണ്. വധശിക്ഷ താൽക്കാലികമായി സ്റ്റേ ചെയ്തെങ്കിലും കുടുംബം മാപ്പ് നൽകാൻ തയ്യാറല്ലെന്ന സൂചന തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ഓരോ ദിവസം ചെല്ലുന്തോറും യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ തുടരവേ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ അബ്ദു മഹദി ദിവസം ചെല്ലുന്തോറും നിലപാട് കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു ചിത്രം വൈറലാവുകയാണ്. കാരണം അദ്ദേഹം ഖബറിടം സന്ദർശിച്ച ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. താൻ നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. അദ്ദേഹത്തോടൊപ്പം കുറച്ച് കുട്ടികൾ കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ തലാലിന്റെ ഖബറിടമാണ് അദ്ദേഹം സന്ദർശിച്ചിരിക്കുന്നത്. ആ ചിത്രമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നോക്കുകയാണെങ്കിൽ സ്വന്തം സഹോദരനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു യുവതിക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ത്രീക്ക് വേണ്ടി ഏതറ്റം വരെ അവർക്ക് വധശിക്ഷയോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാവുന്ന ഏതറ്റം വരെയും പോകുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. സമയമെടുത്താലും ദൈവം വാഗ്ദാനം ചെയ്ത വിജയം ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുകയാണ്. നിങ്ങൾ രക്തത്തിന് പ്രതിക്രിയ ചോദിക്കുന്നവനാണെങ്കിൽ അതാണ് നിങ്ങളുടെ വിധി. കുറച്ച് സമയമെടുത്താലും ദൈവസഹായത്താൽ നിങ്ങൾക്കുള്ള വാഗ്ദത്ത വിധി ആണത്. ആക്രമണത്തിന് ഇരയായതിനു ശേഷം ആരെങ്കിലും സ്വയം പ്രതിരോധിച്ചാൽ അവർക്കെതിരെ കുറ്റമില്ല എന്ന് ഖുർആൻ. കാരുണ്യത്തിന്റെ മേഘങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ പൊതിയട്ടെ എന്നാണ് തലാലിന്റെ സഹോദരൻ ഈ ഒരു ഫോട്ടോ പങ്കുവച്ചതിന് ശേഷം കുറിച്ചിരിക്കുന്നത്. അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ലെന്ന് നേരത്തെയും സഹോദരൻ വ്യക്തമാക്കിയിരുന്നു. വധശിക്ഷയല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തങ്ങൾ തയ്യാറല്ല. അനുരഞ്ജന ശ്രമങ്ങളോടുള്ള ഞങ്ങളുടെ നിലപാടും വ്യക്തമാണ്. ദൈവത്തിന്റെ നീതി കേസിൽ നടപ്പാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതല്ലാതെ മറ്റൊരു ആവശ്യവുമില്ലെന്നും തലാലിന്റെ സഹോദരൻ മാധ്യമങ്ങളോടും സമൂഹ മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ സഹോദരനെ വെട്ടിനുറുക്കി അതിക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഇപ്പോൾ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന നിമിഷപ്രിയയുടെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നതിനിടയിൽ അദ്ദേഹം ആ ഖബറിടത്തിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളാണ്, അദ്ദേഹം വളരെ ദുഃഖത്തോടു കൂടി അവിടെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ നടുക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നിമിഷപ്രിയ കേസിൽ സാമുവൽ ജെറോമിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് മഹദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നതും അക്ഷരാർത്ഥത്തിൽ കേരളം മൊത്തം ഞെട്ടുകയും ചെയ്തിരുന്നു. സാമുവലിനെതിരെ മഹദി ഗുരുതര ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കാലങ്ങളായി സാമുവൽ ജെറോമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളെ ശരിവെക്കുന്നത് കൂടിയാണ് ഇപ്പോൾ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ പോസ്റ്റും. കേസിലെ അഭിഭാഷകൻ എന്ന പേരിലായിരുന്നു സാമുവൽ ജെറോം മലയാള മാധ്യമങ്ങളിലും BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നത്. എന്നാൽ സാമുവൽ ജെറോം അഭിഭാഷകനല്ലെന്നും പ്രതിയുടെ കുടുംബത്തിന്റെ യമനിലെ പ്രതിനിധിയായി പവർ ഓഫ് അറ്റോർണിയുള്ള ആൾ മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല സാമുവൽ ഈ കേസിൽ ഇതുവരെ കാര്യമായി യാതൊരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഇന്നേ വരെ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കും ഞങ്ങളെ ബന്ധപ്പെടുകയോ വിളിക്കുകയോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് പോലും ഉണ്ടായിട്ടില്ലെന്നാണ് മഹദി പറയുന്നത്. പ്രസിഡന്റ് വധശിക്ഷാ വിധി അംഗീകരിച്ച ശേഷമാണ് സനയിൽ വെച്ച് ആദ്യമായി സാമുവലിനെ കാണുന്നതെന്നും അപ്പോൾ സന്തോഷവാനായ എന്നോട് അദ്ദേഹം അഭിനന്ദനങ്ങൾ പറഞ്ഞു എന്നുമാണ് മഹദി ആരോപിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് സാമുവൽ ഉന്നയിക്കുന്ന മറ്റെല്ലാ അവകാശവാദങ്ങളും കളവാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് എന്ന പേരിൽ അവസാനം കൈപ്പറ്റിയ $40,000 ഉൾപ്പെടെ അനേകം പണം സാമുവൽ കരസ്ഥമാക്കിയിട്ടുണ്ടെന്നും തന്റെ സഹോദരന്റെ രക്തത്തിൽ വ്യാപാരം നടത്തുകയാണെന്നും മഹദി ആരോപിക്കുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടലുകൾക്ക് നന്ദി പറയാനും ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ അത് നിമിഷപ്രിയയുടെ മോചനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് സന്ദർശനത്തിന് ശേഷം ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഈ വിഷയത്തിൽ രാഷ്ട്രീയമില്ല, എല്ലാവരും ഒറ്റക്കെട്ടാണ് പ്രവർത്തിക്കുന്നത്. കാന്തപുരത്തിന്റെ ഇടപെടലുകൾ സഹായകരമായിട്ടുണ്ട്. അന്താരാഷ്ട്ര ബന്ധങ്ങളും യമനിലെ പണ്ഡിതരുമായുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തിയാണ് അദ്ദേഹം ഇടപെടുന്നതെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തിരുന്നു.
ചാൻഡ്യൂമന്റെ അഭ്യർത്ഥന പ്രകാരമാണ് താൻ വിഷയത്തിൽ ഇടപെട്ടതെന്ന് നേരത്തെയും കാന്തപുരം വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയയുടെ മോചന ശ്രമങ്ങൾക്കായി നയതന്ത്ര മധ്യസ്ഥ സംഘത്തെ അയക്കാൻ അനുമതി തേടി സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിനാണ് യാത്രാവിലക്കുള്ള യമനിലേക്ക് 6 അംഗ സംഘത്തിന് മോചന ശ്രമങ്ങൾക്കായി യാത്ര ചെയ്യാൻ അനുമതി തേടിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അപേക്ഷ നൽകിയതായി ലീഗൽ അഡ്വൈസർ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട്. നയതന്ത്ര സംഘത്തെ അയക്കണമെന്ന ആക്ഷൻ കൗൺസിൽ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയിരുന്നു. തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നിമിഷപ്രിയയുടെ ഏക മാർഗം ശരിയ നിയമമനുസരിച്ച് ഇരയുടെ കുടുംബത്തിന് ബ്ലഡ് മണി നൽകി മരിച്ചയാളുടെ കുടുംബത്തിൽ നിന്ന് മാപ്പ് നേടുക എന്നതാണ്. ഇരയുടെ കുടുംബം അന്തിമ തീരുമാനമെടുക്കുമ്പോൾ ബ്ലഡ് മണി വർദ്ധിപ്പിക്കാൻ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ തയ്യാറാണ്. പൊതുഖജനാവിൽ നിന്ന് യാതൊരു സാമ്പത്തിക സഹായവും ആവശ്യപ്പെടുന്നില്ലെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ യമനിലുള്ള നിമിഷപ്രിയയുടെ അമ്മ കേരളത്തിൽ വീട്ടുജോലിക്കാരിയാണ്. ഭർത്താവ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. 12 വയസ്സുള്ള അവരുടെ ഏക മകൾ ഒരു കോൺവെന്റിലാണ് താമസിക്കുന്നത്. യമനിൽ താമസിക്കുന്ന ഇരകളുടെ കുടുംബവുമായി നേരിട്ട് ഫലപ്രദമായ ചർച്ചകൾ ആരംഭിക്കാൻ കഴിയില്ലെന്നും കുടുംബത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയയുടെ അമ്മയുടെ പവർ ഓഫ് അറ്റോർണി ഉടമയ്ക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പുകൾ പോലുള്ള ചില ആരോപണങ്ങൾ ഇരയുടെ സഹോദരൻ അടുത്തിടെ ഉന്നയിച്ചിട്ടുണ്ട്. നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതിനെ ഇന്ത്യ സർക്കാരിന് പുറമെ കാന്തപുരം, AP അബൂബക്കർ മുസ്ലിയാർ, മഖ്സൂദ് സ്കോഫത്തിൽ സുന്നിയ എന്നിവർ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കാന്തപുരവും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലും യമനിലെ ചില പ്രമുഖ മതപുരോഹിതന്മാരെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും ഉപയോഗിച്ച് അവരുടെ ചർച്ചകൾ ഏകോപിപ്പിക്കുന്നു. എന്നാൽ യാത്രാവിലക്ക് കാരണം ഇന്ത്യൻ ചർച്ചാ സംഘത്തിന് യമനിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ ചർച്ചകൾ ഫലപ്രദമാക്കുന്നതിൽ തങ്ങൾ ഗുരുതരമായ വെല്ലുവിളികൾ നേരിടുന്നുവെന്നും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ നയതന്ത്ര മാർഗങ്ങളിലൂടെ ചർച്ചകൾ സുഗമമാക്കുന്നത് പോലുള്ള ചില നിർദ്ദേശങ്ങൾ ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ യമനിലെ സനായിലേക്ക് ഒരു വിദഗ്ധ സംഘത്തെ അയക്കാനുള്ള ഉദ്ദേശം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ ഒരു കുറിപ്പിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഹർജിക്കാരായ സംഘടന സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിനോട് ഇതിനായി കേന്ദ്രത്തെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. സുപ്രീം കോടതിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഏതായാലും അതിലൊന്നും ഒരു തീരുമാനവുമായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും കൂടെ പോയി അവിടെ എന്ത് ചെയ്യാനാണ് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോഴും തീരുമാനമൊന്നുമായിട്ടില്ല. ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലുള്ള ആശ്വാസ വാർത്ത ഒരുപക്ഷെ ലഭിക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാം തന്നെ മുൻകൂട്ടി കണ്ട് കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്നാണ്, അല്ലെങ്കിൽ വളരെ സൂക്ഷിച്ച് ഇതിനെക്കുറിച്ച് പ്രതികരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് കോടതി അടക്കം നൽകിയിട്ടുള്ളത്.